ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കൊറിന്തോസ് 9-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റിയാണ് 2 കൊറിന്തോസ് അധ്യായം 9-ൽ ശ്ലീഹ പറയുന്നത്? ഉത്തരം: വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. 2. എന്തിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് 2 കൊറിന്തോസ് 9:1 പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി. 3. ആര് തയ്യാറായിരിക്കുകയാണെന്നാണ് പൗലോസ്ലീഹ മക്കദോനിയക്കാരോട് പ്രശംസിച്ച് പറഞ്ഞത്? ഉത്തരം: അക്കായിയായിലുള്ളവർ. 4. പൂരിപ്പിക്കുക. നിങ്ങളുടെ നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. ഉത്തരം: തീഷ്ണത. 5. നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാൻ ആരെയാണ് ശ്ലീഹ അയച്ചിരിക്കുന്നത്? ഉത്തരം: സഹോദരന്മാരെ. 6. നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി ആരു കാണാനിടയായാൽ ഞങ്ങൾ അപമാനിതനാകും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: തൻ്റെ കൂടെ വരുന്ന മക്കദോനിയക്കാർ ആരെങ്കിലും. 7. ഏത് മനോഭാവത്തോടുകൂടി ഉദാരമായി ദാനം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നതെന്നാണ് ശ്ലീഹ അഭിപ്രായപ്പെടുന്നത്? ഉത്തരം: സന്തോഷത്തോടെ. 8. ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്നാണ് ശ്ലീഹ 9:7 പറയുന്നത്? ഉത്തരം: സ്വന്തം തീരുമാനമനുസരിച്ച്. 9. സത്യമിതാണ്: അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: 9:6. 10. എപ്രകാരം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം: സന്തോഷപൂർവം. 11. സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവൻ ആര്? ഉത്തരം: ദൈവം. 12. പൂരിപ്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകുവാനും ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഉത്തരം: സത്കൃത്യങ്ങൾ. 13. പൂരിപ്പിക്കുക. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ സമർത്ഥമാക്കുകയും ചെയ്യും. ഉത്തരം: നീതിയുടെ വിളവ്. 14. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും നൽകുന്നവൻ സമർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം: നീതിയുടെ വിളവ്. 15. ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടി? ഉത്തരം: ഉദാരശീലരാകേണ്ടതിനു വേണ്ടി. 16. പൂരിപ്പിക്കുക. നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാ വിധത്തിലും സമ്പന്നരാക്കുകയും അതു ഞങ്ങളിലൂടെ ദൈവത്തിന് ആയി പരിണമിക്കുകയും ചെയ്യും. ഉത്തരം: കൃതജ്ഞതാസ്തോത്രം. 17. കൊറിന്തോസുകാർ വിധേയത്വം വഴി ശിരസ്സ വഹിക്കുവാൻ ആഗ്രഹിക്കുന്നതായി പൗലോസ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷം. 18. കൊറിന്തോസുകാരുടെ എന്തിലുള്ള വിധേയത്വത്തെ പറ്റിയാണ് പൗലോസ്ലീഹ 9:13 പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ്സ വഹിക്കുന്നതിനുള്ള. 19. കൊറിന്തോസുകാരിൽ മികച്ചു നിൽക്കുന്നതായി പൗലോസ് മനസ്സിലാക്കുന്നത് എന്താണ്? ഉത്തരം: ദൈവകൃപ. 20. നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന എന്തു നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാണ് 9:14 പറയുന്നത്? ഉത്തരം: ദൈവകൃപ. 21. പൂരിപ്പിക്കുക. അവർണ്ണനീയമായ ദൈവത്തിന് സ്തുതി. ഉത്തരം: ദാനത്തിന്. 22. 2 കൊറിന്തോസ് 9-ാം അധ്യായത്തിലെ അവസാന വാക്യം ഏത്? ഉത്തരം: അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി.